അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പൊ ആ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെങ്കിൽ PWD അത് വെരിഫൈ ചെയ്ത് അതിന് അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ്. അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ അത് ലേലം ചെയ്ത് അത് പൊളിച്ചു നീക്കുക എന്നുള്ളതാണ് നടപടി. അത് ആരോഗ്യ വകുപ്പിനകത്ത് ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലുള്ളതിനെ അത് പൊളിച്ചു നീക്കുന്നതിനായിട്ടുള്ള കൊടുത്തിട്ടും അവിടുന്ന് തീരുമാനം ഉണ്ടാവാതെ താമസം ഉണ്ടാവും എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അത്തരത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കെട്ടിടം പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത് പൊളിച്ചു മാറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെ ഗുരുതരമായ വീഴ്ചയാണ്. അവിടെ അൺഫിറ്റ് ആയ ഒരു ബിൽഡിങ്ങിൽ വീണ്ടും പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അത് ജനങ്ങളെ അപകടത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ്. മാത്രമല്ല, ഞാനിപ്പോ അവിടെ എന്റെ അവിടുത്തെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ ആ ഹോസ്പിറ്റലിനകത്ത് കയറി എന്നോട് പറഞ്ഞ അവിടുത്തെ ഒരു ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതിനകത്ത് കയറി നിങ്ങൾ ഒന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കെട്ടിടം എങ്ങനെയാണ് എന്നുള്ളത് ജനങ്ങളെ മൃഗങ്ങളെക്കാൾ മോശമായിട്ട് ആണ് ഇവിടെ പരിഗണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ വലിയ വീഴ്ചകൾ ഇന്ന് ആ മെഡിക്കൽ കോളേജുകളിലെല്ലാം ഉണ്ട്. നിരന്തരമായിട്ട് വരുന്ന പരാതികളെല്ലാം ഈ സർക്കാരിന്റെ ഇതിനകത്തുള്ള ഒരു അനാസ്ഥ എടുത്തു കാണിക്കുന്നതാണ്. ശ്രീ രാജപി നായർ, നമുക്കറിയാം ഈ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആളുകൾ ഉയർത്തുന്ന പരാതികൾ ഡോക്ടർ വരെ രംഗത്തെത്തി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഡോക്ടർക്കെതിരെ ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ കാത്തിരിക്കുന്ന നടപടിക്കാണ്, ഡോക്ടർക്കെതിരെ നടപടി എടുക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു. അങ്ങനെ നമുക്ക് ഒരു കുഞ്ഞു കുട്ടിയോട് വരെ ചോദിച്ചറിയാം മെഡിക്കൽ കോളേജിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നീ നേരിടുന്നെന്ന് പറഞ്ഞാൽ ആ കുട്ടി വരെ കൃത്യമായിട്ട് പറയും ഈ നീണ്ട ക്യൂകൾ അടക്കമുള്ള കാര്യം. ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം, അത് ആളുകൾക്കും പറയാനറിയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ പ്രശ്നമല്ലേ പരിഹരിക്കേണ്ടത്? പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ പരാതിപ്പെടുന്നവരെയൊക്കെ നിശബ്ദമാക്കാനുള്ള ശ്രമമല്ലേ ഈ സർക്കാർ നടത്തുന്നത്? അതെ, അതാണ് നടക്കുന്നത്. ഇപ്പൊ ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യം പറഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോലീസിനെ വിടുകയാണ് ചെയ്തത്. മന്ത്രി വിളിച്ച് അത്തരത്തിൽ നല്ലൊരു ഡോക്ടർ അവിടെ പറഞ്ഞൊരു സിസ്റ്റമിക് ആയിട്ടൊരു പ്രശ്നത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അതിന് പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതിന് വരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോലീസിനെ വിടുകയല്ലേ ചെയ്തത്. അദ്ദേഹം ക്രിമിനൽ കേസിൽ പ്രതിയും അഴിമതി കേസിലെ പ്രതിയൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പൊ ഇത്തരത്തിൽ വിമർശനങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനെല്ലാം ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണെന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഈ സർക്കാർ അരക്ഷിത ബോധത്തിലാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ സത്യത്തിൽ ഈ അവിടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഗവൺമെന്റ് ഇതിലുള്ള വല്ല മനഃശാസ്ത്രജ്ഞനെ കൊണ്ട് ഈ സർക്കാരിനെ ചികിത്സിക്കേണ്ട അവസ്ഥയിലെത്തി. ആര് വിമർശനം ഉന്നയിച്ചാലും സർക്കാരിനെ അട്ടിമറിക്കാനാണെന്ന് ചിന്തിക്കുന്ന ഒരു അരക്ഷിത ബോധത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാണിപ്പോ കാരണം ആൾക്കാർക്ക് ഈ ആശുപത്രിക്കകത്തുള്ളവർക്കൊന്നും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ പുറത്തു പറയാൻ ഭയമാണ്. ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെ പോലെ അത്രയും പ്രിവിലേജ് ഉള്ള ഒരാൾ പോലും പറയുന്നത് എന്റെ ഒഫീഷ്യൽ ഇതിന്റെ ആത്മഹത്യയാണെന്നുള്ളതാണ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഒരു ആത്മഹത്യ എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് മാത്രം അത്രയും ഈ ഒരു ഭീതിയിലേക്ക് ഇവര് വന്നിരിക്കുകയാണ്. അപ്പം ഗുരുതരമായ വിഷയം ആരോഗ്യ മേഖലയെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ താലൂക്ക് ആശുപത്രികൾക്ക് കീഴിലുള്ള നമ്മുടെ മുഴുവൻ സംവിധാനവും വെറും പനിക്ക് മരുന്ന് കൊടുക്കുന്ന മാത്രം സംവിധാനങ്ങളായി മാറിയിരിക്കാം. അവിടെ എല്ലാ സൗകര്യങ്ങൾക്കുമുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതൊന്നും ഉപയോഗപ്പെടുത്താതെ താലൂക്ക് ആശുപത്രികൾ പോലും റഫറൽ കേന്ദ്രങ്ങളായി മാറി ജനങ്ങൾക്ക് മുഴുവൻ ഈ ജനറൽ ഹോസ്പിറ്റലിലേക്കും മെഡിക്കൽ കോളേജിലേക്കും പോകേണ്ട സാഹചര്യമാണ്. അവിടെയാണ് നമ്മുടെ ഇപ്പം ജനങ്ങൾക്ക് മതിയായ ചികിത്സ കിട്ടാൻ കഴിയാത്ത സാഹചര്യം വരുന്നു, മതിയായ ഡോക്ടർമാരില്ലാത്ത സാഹചര്യം വരുന്നു. അപ്പൊ വലിയ രീതിയിലുള്ള ഒരു പിടിപ്പുകേട്, ഒരു സർക്കാരില്ലായ്മ ഇന്ന് ആരോഗ്യ വകുപ്പിനകത്തുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു കെട്ടിടം, മെഡിക്കൽ കോളേജ്, ഒരു ആരോഗ്യ സ്ഥാപനത്തിലുള്ള ഒരു കെട്ടിടം അത് അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കി അത് പൊളിച്ചു നീക്കുക എന്നുള്ളതല്ലേ. അതിന് പകരം അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് മെഡിക്കൽ കോളേജിലെ ചീഫ് ഇരിക്കുന്ന ഓഫീസിൽ നിന്ന് അവിടുത്തെ കക്കൂസ് ഇതിൽ നിന്നുള്ള പൈപ്പ് പൊട്ടി താഴത്തേക്ക് വെള്ളം വരുന്നുണ്ട്, ആ റൂം പോലും അടച്ചിട്ടിരിക്കുക, അതുപോലും ഉപയോഗിക്കുന്നില്ല. അത്തരത്തിലേക്കുള്ള പിടിപ്പുകേടും ഒരു കെടുകാര്യസ്ഥതയുമാണ് ഇന്ന് ആരോഗ്യരംഗത്തുള്ളത്. അത് തീർച്ചയായിട്ടും ജനങ്ങളെ ഏറ്റവും വലിയ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ്. അവരുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന സാഹചര്യത്തിലേക്ക്. ഇപ്പൊ നോക്കൂ, നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ പോലും ഒരാളെ കാണാനില്ല എന്നുള്ള വാർത്തയാണ്. 2 പേർക്ക് പരിക്കേറ്റു. ഒരു അപകടാവസ്ഥയിലേക്ക് കെട്ടിടം വീണ് ആൾക്കാർക്ക് പരിക്കേൽക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം പിടിപ്പുകേട്, ഒരു അനാസ്ഥ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള നമ്മൾ കാണാതിരിക്കാൻ സാധിക്കുമോ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.